ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം റോമർക്കെഴുതിയ ലേഖനം 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായം 17 വാക്യം. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെച്ച് അടിച്ചു. കൊരിന്ത്യ സഭയുടെ ഒരു സംക്ഷിപ്ത ചരിത്രമാകുന്നുവല്ലോ ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യരെ പോലെയുള്ള തത്വജ്ഞാനികളുടെ മധ്യത്തിൽ ക്രിസ്തീയ സഭ സ്ഥാപിക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ യാതൊരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് എതിർപ്പുകളുടെ ഇടയിൽ സഭ വളരുവാൻ സാധ്യമായത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്. ഈ കൊരിന്ത് പട്ടണത്തിലെ ഒരു പള്ളിപ്രമാണിയായിരുന്നു സോസ്തനേസ്. ഒരുപക്ഷെ പള്ളിപ്രമാണിയായിരുന്ന ക്രിസ്പോസ് ക്രിസ്ത്യാനിയായപ്പോൾ അദ്ദേഹത്തിന് പകരമായി വന്നയാളായിരിക്കാം സോസ്തനേസ് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. വേദപുസ്തകത്തിൽ 2 ഇടങ്ങളിലാണ് സോസ്തനേസ് എന്ന പേര് കാണപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായം 17 വാക്യത്തിലും 1 കൊരിന്ത്യർ 1 അധ്യായം 1 വാക്യത്തിലും. എന്നാൽ ഈ 2 വ്യക്തികളും ഒരാൾ തന്നെ ആയിരിക്കാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കാരണം 1 കൊരിന്ത്യരിൽ പറയുന്ന പ്രകാരം ആദിമസഭയിലെ ആദ്യ വിശ്വാസിയും സോസ്തനേസ് തന്നെ ആയിരുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് അല്പമായി നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന സോസ്തനേസ്. വിശുദ്ധ പൗലോസിനെതിരായി അന്യായം ബോധിപ്പിക്കുവാൻ ഗവർണറായിരുന്ന ഗല്ലിയോന്റെ അടുക്കൽ പോയ സോസ്തനേസിനെ ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് യഹൂദർ മർദ്ദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് അതാണ് കാണുവാൻ കഴിയുന്നത്. എല്ലാവരും പള്ളി പ്രമാണിയായ സോസ്തനേസിനെ പിടിച്ചു ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെച്ച് അടിച്ചു എന്ന് അവിടെ കാണുന്നു. ഇവിടെ ദേശാധിപതിയായ ഗല്ലിയോൻ പരാതി തള്ളിക്കളഞ്ഞതിന് പിന്നാലെയാണ് ഈ പീഡന രംഗങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ ഈ മർദ്ദനത്തിന് കാരണം എന്താണ് എന്നത് നമുക്ക് വേദഭാഗത്ത് നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ചിലപ്പോൾ അദ്ദേഹമായിരിക്കാം പൗലോസിനെതിരായി ഈ കേസ് കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചത്. അല്ല എങ്കിൽ സോസ്തനേസിന് ക്രിസ്ത്യാനികളോട് അനുകൂലമായ മനോഭാവമായിരിക്കാം ഉണ്ടായത്. എന്നാൽ സംഭവം ഇത് എന്തു തന്നെ ആയിരുന്നാലും ഈ മർദ്ദന രംഗങ്ങളിൽ അവിടെ ഗവർണർ മൗനം പാലിക്കുന്നതായിട്ടും കാണുന്നു. ഇവിടെ 17 വാക്യത്തിൽ പറയുന്നത് ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട്, വിശ്വാസിയായി തീർന്ന സോസ്തനേസ്. 1 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരമാവുന്നു പറയുന്നത്: ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എന്നാണ് അവിടെ ആ വാക്യത്തിൽ പറയുന്നത്. ഇവിടെ സഹോദരനായ സോസ്തനേസ് എന്നും കൊരിന്തിലെ ദൈവസഭയ്ക്ക് എന്നും പറയുന്നതിനാൽ പള്ളിപ്രമാണിയായിരുന്ന സോസ്തനേസ് വിശ്വാസിയായി തീർന്നു എന്ന് നമുക്ക് കരുതാവുന്നതാണ്. ഒരു സിനഗോഗിൻ്റെ തലവൻ ക്രിസ്ത്യാനിയായി മാറിയെന്നതും ആദിമ സഭയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായകരമായി തീർന്ന ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസമായിരിക്കാം ഒരുപക്ഷെ പീഡനങ്ങളിൽ സഹനത്തോടെ നിലനിൽക്കുവാൻ അദ്ദേഹത്തെ ഇടയാക്കിയത്. ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കും മുന്നിൽ ഇന്ന് നേരിടുന്ന വളരെ വലിയ വെല്ലുവിളികളാണ് ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ. ദൈവത്തോട് ചേർന്ന് ഇവയെ സധൈര്യം നേരിടുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ദൗത്യം പൂർണ്ണം ആകുന്നത്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ നമ്മുടെ ജീവിതവും ശുശ്രൂഷകളും ഏറെ അനുഗ്രഹിക്കപ്പെട്ടതാകുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ അനുഭവങ്ങളിലും സഹനത്തോടെ നിലനിൽക്കുവാനും വിശ്വാസ ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.